ഇഷ്ടപ്പെട്ട ജോലി ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ചെയ്താലോ? അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളായിക്കോട്ടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് വരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിന്ന് ഏതെങ്കിലും പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സർവീസ് ആയിക്കോട്ടെ, ഇതിനെക്കുറിച്ചൊക്കെ ഓഡിയൻസിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ടൂളും കൂടിയാണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ ഇന്ന് വരുന്നുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞാൽ ഏതൊരു വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ ഇഷ്ടപ്പെട്ട ജോലി ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ നേടിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന സമയത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് നോക്കുകയാണെങ്കിൽ മെജോറിറ്റി കാൻഡിഡേറ്റ്സും കാണുന്ന കാര്യം വെച്ചാൽ എല്ലാവർക്കും ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യാൻ അറിയാം. ഒരു ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യുക എന്നത് മാത്രമല്ല ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണലിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യുന്നതിനൊക്കെ മുൻപ് അതിനാവശ്യമായിട്ടുള്ള ഓഡിയൻസിനെ മനസ്സിലാക്കുക, അതിനുശേഷം വേണം ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യാനായിട്ട്. ആഫ്റ്റർ ദാറ്റ് ആ ക്യാമ്പയിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണം, അതിലേക്ക് വേണ്ട റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് വളരെ ഡെപ്തിലുള്ള അറിവ് ആവശ്യമാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ നോക്കുകയെന്ന് വെച്ചാൽ ചുമ്മാ ഒരു കോഴ്സ് മാത്രം പഠിച്ചു വെക്കുകയാണ് ചെയ്യുക. പക്ഷെ അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്ന കരിയർ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടായിരിക്കും? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷനിക്ക് മാത്രമായിരിക്കും. ക്യാമ്പയിൻ്റെ ടൂൾസുകൾ മാത്രം അറിഞ്ഞതുകൊണ്ട് മാത്രം നല്ലൊരു ഗ്രോത്തോ നല്ലൊരു മാനേജേഴ്സ് ലെവലിലേക്ക് കരിയർ ആഗ്രഹിക്കാൻ സാധിക്കില്ല. അതിന് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച്, മാർക്കറ്റിംഗ് സ്റ്റഡീസിനെ കുറിച്ച്, ബ്രാൻഡ് മാനേജ്മെൻറ്റിനെ കുറിച്ച്, SEO, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, AI ടൂൾസിനെ കുറിച്ചും, അതുപോലെ തന്നെ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, Web3 അങ്ങനെയുള്ള എല്ലാ കംപ്ലീറ്റ് ഐഡിയ ഉണ്ടാവണം. കംപ്ലീറ്റ് ഐഡിയ ഉള്ള കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യാനായിട്ട് ഒരുപാട് കമ്പനീസ് ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് വേണം നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ട പോലെ ഇഷ്ടപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ട്, ഇഷ്ടപ്പെട്ട ജോലി എന്ന ഓപ്ഷനിലേക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കോഴ്സുകൾ തിരഞ്ഞെടുക്കാനായിട്ട്.